Good morning, all of you. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു രാവിലെ? എന്റെ വിദ്യാലയം എന്ന പദ്യം പഠിച്ചു അല്ലേ? അത്ര പല വരികൾ പഠിച്ചില്ലേ? നമ്മള് കുറച്ച് ലൈൻസ് ഉണ്ടായിരുന്നുള്ളൂ, അത് പഠിച്ചു അല്ലേ? അപ്പോ അവിടെ ഒരു വിദ്യാലയം നമ്മൾ കണ്ടു അല്ലേ? എന്തൊക്കെ വിദ്യാലയത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പഠിച്ചു അല്ലേ? പഠിക്ക, കളിക്ക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? അവിടെ ഒരു നിങ്ങള് ആ പിക്ചർ ശ്രദ്ധിച്ചോ? ഇവിടെ കാണുന്ന പിക്ചർ ശ്രദ്ധിച്ചോ മക്കളെ? അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ടീച്ചർ ഉണ്ട് അല്ലേ? ടീച്ചർ എന്താ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്? ആ ആ അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ അത്? LKG-ന്ന് എന്ത്? ആ ആ അല്ലെ? ഇവിടെ കണ്ടോ നിങ്ങള്? ഇതാ എത്ര പേര് കണ്ടു? നോക്കി അവിടെ ആ ആ കണ്ടു അല്ലെ? അവിടെയും ഉണ്ട് അല്ലെ? പുസ്തകത്തിലും ഉണ്ട് ആ ഈ ഉണ്ട് കേട്ടോ. കുട്ടികൾ നല്ല മക്കളായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുന്ന കണ്ടോ നിങ്ങള്? ഇതോ ശ്രദ്ധിച്ചിരിക്കുന്ന കണ്ടോ ടീച്ചറിനാ? അപ്പോ എല്ലാ മക്കളും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കിന്ന് നമ്മൾ പഠിച്ചില്ലേ? പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഒന്ന് കൈ കാണിച്ച് എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോ? കുറച്ചു പേര് പാട്ട് പാടാനുണ്ട് അല്ലേ? ഓർമ്മയുണ്ടേ. അപ്പോ ഇന്ന് നമ്മള് ഫസ്റ്റില് വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഒരു ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട് നമുക്ക് അല്ലേ? എന്താണ് പേര്? അക്ഷരദീപം ബി. ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടാവും നമുക്ക് അല്ലേ? ഒരു കഴ്സീവ് ബുക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് പേര്? അക്ഷരദീപം ബി അല്ലെ? അതെല്ലാവരും എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ എഴുതാനെന്നല്ല മിസ് പറയുന്നത്. ഇതിൽ നമുക്ക് എന്താ വരുന്നത്? ഫസ്റ്റ് ആ സ്വരാക്ഷരങ്ങളാണ് അല്ലേ? മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് ഇത്. എന്താണ്? ആ ഇ ഈ ഉ ഊ ഇറ് എ ഐ ഒ ഓ ഔ അം. അത്രയും അക്ഷരങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? കോപ്പി എഴുതാൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മിസ് അത് പഠിപ്പിക്കുമ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LKG-ന്ന് നല്ല രീതിയിൽ ആ എഴുതാൻ പഠിച്ചതാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഇപ്പൊ മിസ്സിന്. അപ്പോ നമുക്ക് ഇന്നത് പഠിച്ചതിന് ശേഷം ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് അറിയോ മക്കൾക്ക്? ഈ ഒരു പേജ്, ഈ ഫസ്റ്റ് പേജില് അതുവരെ ഇവിടെ വരെ, അതായത് ഫസ്റ്റ് എം വരെയുള്ള ഭാഗം, അതായത് ഇതല്ല ഇവിടെ വരെയുള്ള ഭാഗം നിങ്ങൾ എഴുതണം. ഇന്നത്തെ ഹോംവർക്ക് ആണ് മക്കൾക്ക്. അപ്പൊ ഇതിന്റെ ഇവിടെ എഴുതണം എന്ത്? ഇന്നത്തെ ഡേറ്റ് ഇടണം ഇവിടെ. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ അല്ല, ആരും ക്ലാസ് ടൈമിലല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതുക മക്കൾ. ഇന്നൊരു ദിവസം എന്ത് ചെയ്യുക? ഈ ഊ വരെ എഴുതിയാൽ മതി. നല്ല നീറ്റിൽ എഴുതണം. അപ്പൊ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോ എല്ലാവർക്കും സ്റ്റാറിന്റെ ഒരുപാടുണ്ട്. അപ്പൊ നല്ല നീറ്റിൽ എഴുതുന്ന ആൾക്ക് ഒരുപാട് സ്റ്റാർ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് നല്ല നീറ്റില് 2 ലൈനും ടച്ച് ചെയ്ത വിധത്തിൽ എഴുതണം. അപ്പൊ ഫസ്റ്റ് ലൈനിൽ എന്തുണ്ട്? ആ ഡോട്ട് തന്നിട്ടുണ്ട്, അതിന്റെ മുകളിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് ശേഷത്തെ ലൈനിലാണ് മക്കൾ സ്വന്തമായി എഴുതാനുള്ളത്. അപ്പൊ ഇന്നിതാ ഇത്ര പോലെ എഴുതിയാൽ മതി. ഇന്ന് ഒരു രാത്രി. ഇനി അടുത്ത ദിവസം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടല്ലേ? അടുത്ത മലയാളം സബ്ജക്റ്റിന്റെ ദിവസം ആവുമ്പോഴേക്ക് ടൈം ടേബിളിൽ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്രയും എഴുതാം. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും എഴുതണ്ടോ? ഈ ഇത്ര പോലെ ലൈൻ മാത്രം. പിന്നെ പിറ്റത്തെ ദിവസം ഇത് എഴുതുക, പിറ്റത്തെ ദിവസം ഇത്. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എഴുതിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിനുവേണ്ടി എന്ത് വേണം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പഠിച്ചതാണ് ഓൾറെഡി, എങ്കിലും മിസ് ഒന്ന് പഠിപ്പിക്കാം അല്ലേ? അപ്പോ ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. ഒന്ന് സ്ലേറ്റ് എടുത്ത എല്ലാ മക്കളും. സ്ലേറ്റിൽ അത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് കോപ്പി എഴുതേണ്ടത് അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റും പെൻസിലും എടുത്തിട്ട് നമുക്ക് എഴുതാം അല്ലേ? നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ? അപ്പോ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം അല്ലേ? എഴുതാൻ നമ്മൾ ഓൾറെഡി റായും രായും തായും നായും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ എഴുതാനുള്ള ശ്രമത്തിലാണ് അല്ലേ? ഇങ്ങനെ എടുത്തു, ഇവിടെ ഇങ്ങനെ വളച്ചു, ഇങ്ങനെ കൊണ്ടുവന്നു, ഉള്ളിലെടുത്തു, താഴേക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ കൂട്ടി അല്ലേ? ഇതാണ് സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റ് അക്ഷരമായ അല്ലേ?
ഇതാണ് ആ. അപ്പൊ ആ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കട്ടെ, ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ആ എഴുതിയവര്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അക്ഷരം ആയതുകൊണ്ട് എല്ലാം മക്കൾക്ക് അറിയായിരിക്കും അല്ലെ? ഓക്കെ. നല്ല വൃത്തിയിൽ മെല്ലനെ എഴുതിയാൽ മതി മക്കളെ കേട്ടോ, തിരക്കൊന്നും കൂട്ടണ്ട. നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതേണ്ടത്? അല്ലേ, ഈ എഴുതിയിട്ട് പുറത്തേക്കൊന്ന് വലിക്കേ വേണ്ടു അല്ലേ? അപ്പോ രണ്ടാമത്തെ അക്ഷരം എഴുതുന്നത് മിസ് ഇങ്ങനെ എടുത്ത് ഇതിലേ കൊണ്ടുപോയി ഇവിടെ വന്ന് ആയി, എന്നിട്ട് എന്ത് ചെയ്തു? പുറത്തേക്കൊന്ന് വലിച്ചു. ഇതാണ് കണ്ടോ? ഈ ടീച്ചർ ഇവിടെ ബോർഡിൽ എഴുതിയിട്ട് അതാണ് ഇത്. ഓക്കെ. പറഞ്ഞോണ്ട് എഴുതണേ. ഓക്കെ, എല്ലാവരും എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ എഴുതുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് എന്താ നമുക്ക് എഴുതേണ്ടത്? ഇ. അപ്പൊ ഇത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ മിസ്സിനോട് പറയണേ. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പഠിച്ചു എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് മിസ് എഴുതുന്നത് ഒന്നിച്ച് കുറെ ലെറ്റേഴ്സ്. ആർക്കെങ്കിലും ഈ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിലും പറഞ്ഞു കേട്ടോ മിസ്സിനോട്. ആയിഷ അമ്മ എഴുതാൻ അറിയോ? ഒന്ന് കാണിച്ചേ സ്ലേറ്റ് മിസ്സിനെ. ആയിഷ അമ്മനെ തിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ഷിഫാനക്കുട്ടി എഴുതുന്നുണ്ടോ? വീഡിയോ ഓഫ് ആണല്ലോ. വീഡിയോ ഓൺ ചെയ്തേ ഒന്ന്. ആദിഷേ, വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ആദിഷേ എഴുതിയോ? ഇവാന നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ഇ. ഓക്കെ, വെരി ഗുഡ് ഇവാന, വെരി ഗുഡ്. ഇ. നെക്സ്റ്റ് ഷെസിൻ എഴുതിയോ? ഷെസിനല്ല, ആയിഷ അമന എഴുതിയോ? അഹല്യ ഒന്ന് കാണിച്ചേ മിസ്സിനെ നോക്കട്ടെ. അഹല്യക്കുട്ടി സ്ലേറ്റിലാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയിൽ കാണായിരുന്നു. ഓക്കെ, എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ 2 ലൈനിൽ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഇത് ആദ്യം നമ്മൾ അക്ഷരദീപത്തിൽ എഴുതിയതിനു ശേഷം നമുക്ക് 2 ലൈനിൽ എഴുതുന്നു കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഒന്നിച്ച് എഴുതണ്ട, ഒരുപാട് പേർക്ക് ഒന്നിച്ച് വേണ്ട. എന്തേ അതിശേ എഴുതിയോ? അതിശേ നെറ്റ് ക്ലിയർ ഇല്ല അല്ലേ? ഓക്കെ, എഴുതിയല്ലേ? ഓക്കെ. അപ്പോ ഈ വരെ നമ്മൾ എഴുതി അല്ലേ? എല്ലാവരും എഴുതിയോ? എല്ലാ മക്കളും എഴുതിയോ? ഇവിടെ അങ്ങനത്തെ ഏതെന്റെ മെത്തിയല്ലോ എല്ലാം എഴുതിയല്ലേ? ഓക്കെ, വൈകക്കുട്ടി എഴുതിയോ? മുഹമ്മദ് റഫാൻ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. എല്ലാവരും വൈകി എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് ഈ എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ഇടണം. ഓക്കെ, നെക്സ്റ്റ് എഴുതി അല്ലേ? അത് കഴിഞ്ഞാല് ഓക്കെ, എല്ലാ മക്കളും എഴുതുന്നുണ്ടോ? ഫാത്തിമ ജാബിർ എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. വായിക്കണ്ടപ്പാ, വായിക്കോ. ഇതിൽ എഴുതി പഠിച്ചതിന് ശേഷം നമുക്ക് കോപ്പിയിൽ വൃത്തിയിൽ എഴുതാം കേട്ടോ. ഏതൻ തോമസ് ഇവിടെ അൻവിത പ്രജിഷ് വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, നീറ്റായി എഴുതിയിട്ടുണ്ട്. ഫാത്തിമ മെഹറിൻ അൻവിത എഴുതിയിട്ടുണ്ട്. വരെ വരും, സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഏതൻ തോമസ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? ഫാത്തിമ മെഹറിൻ എഴുതി. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നമ്മുടെ ദക്ഷേഷ് എഴുതിയോ മോനെ?
ഓക്കെ. ഉമർ ജാഫർ, ഫാത്തിമത്ത് ലുബാബ, ആദിയ മധു എഴുതിയോ മോളെ? Where is your slate? എഴുതിയോ? സ്ലേറ്റിൽ എഴുതിയേ? പെല്ലി എവിടെ എഴുതിയിട്ടുണ്ട്? പേപ്പറിലായാലും കാണുന്നുണ്ട്. ഇവാന നല്ല സൂപ്പർ ആയിട്ട് ഈ ഊത്തി. ഓക്കെ. ആദിശ്രീ നല്ല ഭംഗിയിൽ എഴുതി കഴിഞ്ഞു. പിന്നെ ആരാ? ജോ മുഹമ്മദ് മെഹഫൂസേ, എന്തായി മോനെ, എഴുതിയോ? മെഹഫൂസ് അലി, വിജിദ്രാം എഴുതിയിട്ടുണ്ട്. വരെ എത്തി. ഓക്കെ, വെരി ഗുഡ്. മെഹഫൂസ് അലി എഴുതിയോ? ജോ ഫെലിക്സ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മുഹമ്മദ് അതാരാ? മുഹമ്മദ് ജാഫർ എഴുതിയിട്ടുണ്ട്. ആദിയ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇവാൻ എഴുതി. ഓ, നെക്സ്റ്റ് എന്താ വരുന്നത്? ഊ കഴിഞ്ഞാൽ ഊ. അപ്പൊ ഇതന്നെ എഴുതിയിട്ട് ഊ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഊന്നിന്റെ ചിഹ്നം. ഓക്കെ. ഊ, ആ, ഇ, ഉ, ഊ. നെക്സ്റ്റ് എന്താണ്? അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ മക്കൾക്ക്? ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയോ എല്ലാവരും? നോക്കട്ടെ, എല്ലാവരും ഒന്ന് കാണിച്ചേ. അറിയാല്ലേ ഇവാനക്കൊക്കെ? ഓക്കെ, ലുബാബ ഫുൾ എഴുതി. അഹല്യക്കുട്ടി എഴുതി. ജോ, പിന്നെ എഴുതി. നിഡാഷ എഴുതിയിട്ടുണ്ട്. ഫുൾ എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ഫാത്തിമ മെഹറിൻ എഴുതിയിട്ടുണ്ട്. എൽവിൻ ബിജു എഴുതിയിട്ടുണ്ട്. റിയാൻ എവിടെ? റിയാന്റെ അടുത്ത് കാണിച്ചു തന്നെ. ഓക്കെ, സൂപ്പർ. നീറ്റിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഏതൻ തോമസ്, ഇഷാനി ഷാനു, ഓക്കെ, വെരി ഗുഡ്. എല്ലാം എഴുതി കഴിഞ്ഞു. റഫാൻ ഇത് കണ്ടില്ലല്ലോ. വിദ്രാം എഴുതി. ഹെയ്ജോ ഫിലിക്സ്, മുഹമ്മദ്. ആയിഷ അമന കണ്ടില്ലല്ലോ മോളുടേത് എഴുതിയത്. പഠിച്ചില്ലേ? വെരി ഗുഡ്. നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ സ്വരാക്ഷരങ്ങളെ? അൻവിത എഴുതി. എല്ലാരും എഴുതി. ഓ, ഷഹൽ എഴുതിയോ? മെഹഫൂസ് അലി ഫുൾ എഴുതി. ഓക്കെ, ടീച്ചറെ തോപ്പിച്ച് എല്ലാവരും അല്ലെ? എല്ലാവരും ഫുൾ എഴുതി. നമുക്ക് എന്നാ അടുത്തത് എഴുതാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഇങ്ങനെ എഴുതി നോക്കണേ. നെക്സ്റ്റ് ഐ, ഇങ്ങനെ ഇട്ടു. എന്നിട്ട് അല്ലേ? ഐ. ഓക്കെ, എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഓ, എല്ലാവർക്കും അറിയാന്ന് വിചാരിച്ച് മിസ് വേഗം എഴുതാൻ തുടങ്ങിയേ. ഓ, ഔ. ഇത്രയും അക്ഷരങ്ങളാണ് ആ കോപ്പി ബുക്കിലുള്ളത് കേട്ടോ. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യുക? നല്ല നീറ്റില് ടൂ ലൈൻ ടച്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇതോ ഈ ബുക്കിൽ. ഇന്നത്തെ ഹോംവർക്ക് അതാണ്. അമ്പരേ ഉള്ളൂ, അതുകൊണ്ടാണ് മിസ് അവിടെ അമ്പര് എഴുതിയത്. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതുവോ? ഷിഫാന എഴുതിയില്ലോ? ഷിഫാന് കണ്ടില്ലല്ലോ എഴുതിയത്.
അപ്പൊ എല്ലാവരും ഇതാണ് നമുക്ക് ഇന്ന് എന്ത് ഹോംവർക്ക്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? നോ മക്കളെ? സൂപ്പർ. ഇനി വിദ്യുദ്രാമ എഴുതി കഴിഞ്ഞോ? വിദ്യുദ്രാമേ ഷാസിൽ എഴുതിയോ? ഷാസിൽ മെഹഫൂസ് നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആദിശ്രീ എഴുതിയിട്ടുണ്ട്, ഇവാന ബിജു എഴുതിയിട്ടുണ്ട്, വൈഗാക്കെ, മുഹമ്മദ് ഷഹൽ, ഏദൻ ജെ മാത്യു, ഫാത്തിമ മെഹ്റ, ഫാത്തിമ ജാബിർ, നിദാഷ കഴിഞ്ഞോ? അൻവിത പ്രജീഷ്, ഡെൽവിൻ, ഏദൻ തോമസ്, മുഹമ്മദ് റഫാൻ, മുഹമ്മദ് ആയിഷ, അമന എഴുതിയോ? ഓക്കെ, അറിയാല്ലേ? വെരി ഗുഡ്. വിദിത്രാം എഴുതി, റിയാൻ ടി പി ഫുള്ള് എഴുതിയിട്ടുണ്ട്, ഫാത്തിമത്ത് ലുബാബ എഴുതി, ആദിഷ് എഴുതി. അപ്പൊ എല്ലാവരും എഴുതിയല്ലോ? എല്ലാവരും പഠിച്ചതാണ് അല്ലേ? അപ്പൊ കോപ്പിയിൽ നല്ല രീതിയിൽ അത് എഴുതുക കേട്ടോ. പിന്നെ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ആ ഒരു പോയില്ലേ, അതെന്ത് ചെയ്യുക? നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ഇനി കുറച്ചു പേര് പാടാനുണ്ടല്ലോ. ആരൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പാടാത്ത? ഷാസിൽ സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ. വിദ്യുദ്രാമ അടുത്ത പാട്ട് പാടുന്നു. വിദ്യുദ്രാം അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. വിദ്യുദ്രാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ഒപ്പം ഇരുന്ന് പഠിക്കാലോ. പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും. ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകും എല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അഹല്യ. ഓക്കെ, അഹല്യ. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുക്കണേ വിദ്യുത്തിന്. അഹല്യ കുട്ടി പാടിക്കോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. അഹല്യ നേരത്തെ പാടിയില്ലല്ലോ. പാടി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ഒപ്പം ഇരുന്ന് പഠിക്കാമോ. ഒന്നിച്ചേർത്ത് കളിക്കാമോ. കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ ജാബിർ. പാടിയില്ലല്ലോ ഫാത്തിമ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ഒപ്പം ഇരുന്ന് പഠിക്കാനും ഒന്നിച്ചേർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം എല്ലാവർക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഡെൽവിൻ ബിജു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. പഠിക്കാനും
ഒന്നിച്ചിരുന്ന് കളിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ. പുരാടത്ത് കളിപ്പടങ്ങൾ കഴിയുമ്പോൾ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അൻവിത പ്രജീഷ്. അയ്യോ രക്ഷപ്പെട്ടു. ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടുകാരും ഒത്തിരി ഉണ്ടല്ലോ. കളിപ്പാട്ടങ്ങൾ കഴിയുമ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോവാം അല്ലേ? വെരി ഗുഡ്. ഓക്കെ, എല്ലാരും ക്ലാപ്പ് കൊടുക്കണേ ഒരാൾക്കും. മിസ് പറയാതിരുന്നിട്ട് ആരും മിണ്ടാതിരിക്കല്ലേ. നെക്സ്റ്റ് ആരാ ഇനി പാടാനുള്ളത്? ഹെൽജോ ഫെലിക്സ്. നിതാശയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഹെൽജോ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൻ ഒപ്പമിരുന്നു പഠിക്കാനും കളിക്കാനും കൂട്ടരും ഉണ്ടല്ലോ. കൂട്ടായി കളിപ്പടങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ പോകാമെല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിരാശ പ്രണബ്. വീട്ടിൽ നമുക്ക് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ. കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ. കൂട്ടായെത്തും കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നിരാശ കുട്ടി സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ നിരാശ? വെരി ഗുഡ്. മിസ് പഠിപ്പിച്ചെല്ലാം വെച്ച് അവിടെ ഒരു പാട്ട് ഉണ്ടാക്കുകയായിരുന്നു അല്ലേ? മെഹഫൂസ് അലി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടിയേ മോനെ. മെഹഫൂസേ, മുഹമ്മദ് മെഹഫൂസ്, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് ഓക്കെ, പഠിക്കോ മെഹഫൂസ്, പഠിക്കോ? ഓക്കെ, അൺമ്യൂട്ട് ആണ്. 2 minutes പാടാൻ പറ്റില്ലേ മോനെ? ഇപ്പളേ കട്ടാവോ? ഇല്ലല്ലോ, 7 minute ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിന്. പഠിക്കാം. എത്താമല്ലോ നഴ്സറിയിൽ ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ.
കളിപഠനങ്ങൾ കഴിയുമ്പോൾ കളിപഠനങ്ങൾ വീട്ടിൽ പോവാ എല്ലാവർക്കും പോകാം എല്ലാവർക്കും. ഓക്കെ, ഷിഫാന CH അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഷിഫാന CH, ഷിഫാനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് ഏബൽ സിൻഡോ. വീട്ടിൽ നിന്നു പുറപ്പെട്ട എത്താമല്ലോ നഴ്സറിയിൽ ഒപ്പം ഇരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും അല്ല പഠിക്കാനും കളിക്കാനും കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഉമർ. ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് റഫാൻ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഒപ്പം ഇരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോവാ എല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഷിഫാന CH. ഷിഫാനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിക്കോ ഷിഫാന. പോയാ ഷിഫാന. ആദിഷ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദിഷിനെ. ആദിഷ് ഇനിയും കുറച്ച് പേരുണ്ടല്ലേ. ആദിഷ്, ഷിഫാന, നെക്സ്റ്റ് ഐഷാമിനെ പാടിയോ? ഷിഫാന CH എവിടെയോ? അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ തന്നല്ലോ. പഠിക്കോ ഷിഫാന, പ്ലീസ് അൺമ്യൂട്ട്. പറഞ്ഞോ, പഠിക്കോ. വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരെത്തും
ഓക്കെ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ് മോളെ. ഇവാന ബിജുവിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ നെക്സ്റ്റ്. എല്ലാരും പാടിയോ മക്കളെ? ഏതൻ തോമസ് പാടിയോ? ഏതൻ തോമസ് പാടിയോ? പാടിയതാ. ആദിഷ് ആദിഷിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷാസില് പാടിയില്ലേ? ഷാസിലെ ആദിഷ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുറെ പേർക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാക്കുക. സമയം കഴിഞ്ഞു കേട്ടോ മക്കളെ. ഓക്കെ ബൈ. ബൈ സി യു. ഓക്കെ എല്ലാരും ഹോംവർക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ പോയം വായിക്കുകയും വേണം. ഓക്കെ ബൈ. ബൈ. ഓക്കെ ബൈ.